കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന് സ്റ്റേ ഓർഡർ വന്നിരിക്കുകയാണ് റിലീസിനെ പറ്റിയിട്ട്. കാരണം നിലവിലെ സിനിമയ്ക്ക് സ്റ്റേ വന്നിരിക്കുന്ന സിനിമ ഒന്നും കൂടിയും സെൻസറിങ്ങിന് പോകട്ടെ CBFC-ലോട്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫെബ്രുവരി മാസം 27 വേൾഡ് വരെ റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്. ഇപ്പൊ സിനിമയ്ക്ക് നിലവിലെ സ്റ്റേ ഓർഡർ തന്നെയാണ്, റിലീസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്നും ഇന്നലെയായിട്ട് റിലീസ് ചെയ്യേണ്ട സിനിമ ആയിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമ. എന്തായാലും സിനിമയുടെ ഡയറക്ടറും അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസറുമായിട്ട് സിനിമയുടെ കേസിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് നിലവില്. എന്തായാലും സിനിമേന്റെ റിലീസ് എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ നോക്കണ്ട. എന്തായാലും പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് വലിയൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. അതാണെങ്കിൽ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക മീഡിയാസും അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രസ് കോൺഫറൻസിനായിട്ട്. കാരണം സിനിമേന്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷന്റെ ഭാഗം തന്നെയാണ് അത്. കാരണം ഓൾമോസ്റ്റ് 55 ലവ് ജിഹാദിൽ പെട്ട വിക്ടിംസിനെയാണ് ഇവന്മാര് പ്രസന്റ് ചെയ്തത്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആ ഒരു പ്രസ് കോൺഫറൻസിനായിട്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 33 ഫാമിലീസും ഉണ്ട്. ഇതിൽ ആരും കേരളത്തിലുള്ളവരല്ല. ആരും വിക്ടിംസ് ആണെങ്കിൽ പോലും മെമ്പേഴ്സ് ആണെങ്കിലും ഫാമിലീസിൽ ആരും കേരളത്തിലുള്ളവരല്ല, കേരളത്തിന് പുറത്തുള്ളവരാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നി അതേ ചോദ്യം തന്നെയാണ് എന്നിട്ട് ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ഡയറക്ടറിനോട്: ഈ വന്നവരിൽ ആരും കേരളത്തിലുള്ളവരല്ലല്ലോ, എന്നിട്ട് എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ട് ചോദിച്ചു. ഇതിന് ഡയറക്ടർ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ കോമഡി. അദ്ദേഹം പറഞ്ഞാണ്, ഈ വിക്ടിംസ് എല്ലാവരും ഇന്ത്യയിലുള്ളവരല്ലേ, ഇന്ത്യയിലല്ലേ കേരള. എന്നിട്ട് റിപ്പോർട്ടർ അങ്ങോട്ട് മറുപടി പറഞ്ഞാണ് ഏറ്റവും വലിയ കോമഡി. അയാൾ പറഞ്ഞു ഇങ്ങനെയാണ്: തനിക്കെന്ന പാൻ ഇന്ത്യൻ സ്റ്റോറി ഇട്ടുകൂടെ എന്നാണ് അയാൾ പറഞ്ഞു. കാരണം ഇന്ത്യയിലുള്ളവരെല്ലാം തനിക്കെന്ന പാൻ ഇന്ത്യൻ സ്റ്റോറി ഇട്ടുകൂടെ? സത്യമാണ്. കാരണം കേരളത്തിൽ ആരുമില്ല, എന്നിട്ട് പോലും കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ പെട്ടി കിടക്കണം, റിലീസ് പോലും ചെയ്യരുത് സ്റ്റേ ഓർഡറിൽ. എന്തെങ്കിലും പടം എന്തെങ്കിലും സെൻസറിങ് ചെയ്തിട്ട് വീണ്ടും റിലീസിന് വരും. സെൻസറിങ് ചെയ്യുന്നവരെ ആദ്യം തല്ലണം. കാരണം അവന്മാർ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ട് പോലും അവരത് അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും പലരെയും, എന്നിട്ട് തമ്മിൽ തല്ലിക്കും മതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതും കേരളത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു സിനിമ പറയുന്നത്. കേരളത്തിന്റെ പേരും വെച്ചിട്ട് കേരളത്തിൽ ആരുമില്ല വിക്ടിംസ് ആയിട്ട്, എന്നിട്ട് പോലും ടീസറിൽ കേരളത്തിലൊരു വിക്ടിമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ് മിസ്ലീഡിങ്, കംപ്ലീറ്റ് ഡിഫെയിമിംഗ് ഒക്കെയാണ്. എന്നിട്ട് പോലും ഒരു റിയാക്ഷൻ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു സ്റ്റേ ഓർഡർ കിട്ടി, വീണ്ടും സെൻസറിങ് നടക്കുന്നുണ്ട്. എത്രത്തോളം കട്ട് ചെയ്ത് മാറ്റും, എത്രത്തോളം സിനിമേനെ സെൻസിറ്റീവ് ആയ കാര്യങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് കാത്തിരിക്കേണ്ടി വരും നമ്മൾ. എന്തായാലും എന്തൊക്കെ ചെയ്ത് ഈ ഒരു പടം റിലീസ് ചെയ്താലും ഇത് കാണാനും ഇത് കണ്ട് ആസ്വദിക്കാനും കളക്ഷൻ വാരിയെടുക്കാനും ഒരുപാട് മണ്ടന്മാരുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടില്.